വിശദമായി നോക്കാം. തൃശൂർ ചാലക്കുടിയിൽ പട്ടാപ്പകൽ ബാങ്ക് കൊള്ള. ഫെഡറൽ ബാങ്കിന്റെ പോട്ട ശാഖയിലാണ് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം കവർന്നത്. ബൈക്കിലെത്തിയ അക്രമി കസേര ഉപയോഗിച്ച് ക്യാഷ് കൗണ്ടറിന്റെ ഗ്ലാസ് തല്ലിത്തകർത്താണ് പണം അപഹരിച്ചത്. പിന്നാലെ കത്തികാട്ടി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി പണം കവരുകയായിരുന്നു. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിക്ക് വേണ്ടി തൃശൂരും സമീപ ജില്ലകളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഹിന്ദി സംസാരിക്കുന്ന ആളായതിനാൽ ഇതര സംസ്ഥാനക്കാരനാണോ എന്നാണ് സംശയം. പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിൽ ഉച്ചയ്ക്ക് ശേഷമാണ് നാടിനെ നടുക്കിയ കവർച്ച നടന്നത്. ഇരുചക്ര വാഹനത്തിൽ എത്തിയ ആൾ ഹെൽമറ്റും ജാക്കറ്റും ഗ്ലൗസും ധരിച്ചാണ് ബാങ്കിൽ പ്രവേശിച്ചത്. മാനേജരും മറ്റൊരു ജീവനക്കാരനും മാത്രമായിരുന്നു ഈ സമയം ബാങ്കിൽ ഉണ്ടായിരുന്നത്. ബാക്കി ജീവനക്കാർ ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴായിരുന്നു മോഷണം. 2 ജീവനക്കാരെയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ശുചിമുറിയിൽ അടച്ച ശേഷമാണ് പ്രതി പണം കവർന്നത്. ക്യാഷ് കൗണ്ടർ തല്ലിപ്പൊളിച്ചാണ് ഇയാൾ അകത്ത് കയറിയത്. 15 ലക്ഷം രൂപ നഷ്ടമായതായാണ് പ്രാഥമിക വിലയിരുത്തൽ. ഹിന്ദിയിലാണ് മോഷ്ടാവ് സംസാരിച്ചിരുന്നത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്നത് 47 ലക്ഷം രൂപയായിരുന്നു. ഇതിൽ നിന്ന് 3 ബണ്ടിലാണ് കവർന്നത്. മോഷണം നടത്താനായി പ്രതി എത്തിയത് ചാലക്കുടി ഭാഗത്തു നിന്നാണ്. മോഷണം കഴിഞ്ഞ ശേഷം ഇയാൾ സ്കൂട്ടർ സ്റ്റാർട്ടാക്കി പോയതും ചാലക്കുടി ഭാഗത്തേക്കാണെന്ന് വ്യക്തമായി. തുടർന്ന് പ്രദേശത്തെ ഒരു പെട്രോൾ പമ്പിൽ കയറിയതിന്റെ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചു. ബാങ്കിൽ നടന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ചുള്ള മോഷണമാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. മോഷണത്തിന് മുമ്പും ഇയാൾ ബാങ്കിൽ വന്നിട്ടുണ്ടാകാമെന്ന് പോലീസ് കരുതുന്നു. നമ്പർ പ്ലേറ്റ് മറച്ച സ്കൂട്ടറിലാണ് പ്രതി എത്തിയത്. ബാങ്ക് കവർച്ചയെ തുടർന്ന് റൂറൽ മേഖലയിൽ ഹൈ അലർട്ട് പുറപ്പെടുവിച്ചു. എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധികളിലും പ്രതിക്കായി തെരച്ചിലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാർ, ചാലക്കുടി DYSP K സുമേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. പ്രതിയെക്കുറിച്ച് കൃത്യമായ സൂചനയുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ന്യൂസ് 18 തൃശൂർ. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ MG മിഥുൻ നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, നാടിനെ നടുക്കിയ ഒരു പകൽ കൊള്ള, പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. ഈ പ്രതിയെക്കുറിച്ച് എത്രമാത്രം ധാരണ പോലീസിന് നിലവിലുണ്ട്? ഏറ്റവും ഒടുവിൽ പ്രതി എത്തിയത് കൊച്ചിയിലാണ് എന്നുള്ളൊരു സൂചനയിലാണോ പോലീസ് നിൽക്കുന്നത്? ആര്യ, നിലവിൽ SP-യുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് അങ്കമാലിയിൽ നിന്നൊരു നിർണായക CCTV ദൃശ്യം പോലീസിന് ലഭ്യമാകുന്നത്. ഈ CCTV ദൃശ്യത്തിലുള്ള ഇയാൾ തന്നെയാണ് എന്നുള്ള സംശയിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലയിലേക്ക് കൂടി ഈ ഒരു അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതായത് ആലുവ, അങ്കമാലി, എറണാകുളം എന്നീ നഗരപരിധിയിലും അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കി പോലീസ് മുന്നോട്ട് പോവുകയാണ്. SP-യുടെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘമാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു കേസ് അന്വേഷിക്കുന്നതെന്ന് DIG വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ മോഷ്ടാവ് ഹിന്ദി സംസാരിച്ചുകൊണ്ടാണ് വന്നത് എന്നാണ് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ പറഞ്ഞത്. പക്ഷേ ഹിന്ദി സംസാരിച്ചത് എന്നുകൊണ്ട് തന്നെ അത് മലയാളി അല്ലാതിരിക്കണം എന്ന് പറയാനാകില്ല. അത് സംബന്ധിച്ചുള്ള അന്വേഷണവും മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നിലവിൽ ATM-ൽ നിന്ന് എടുത്തു വെച്ച പണമാണ് നഷ്ടപ്പെട്ടത്. ഏകദേശം 45 ലക്ഷത്തോളം രൂപ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അതിൽ 15 ലക്ഷത്തോളം മാത്രമാണ് ഈ പ്രതി കൊണ്ടുപോയിട്ടുള്ളത്. അതിലേതെങ്കിലും തരത്തിൽ ഒരു ഇടപെടൽ ഈ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ സഹായം ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ സ്വാഭാവികമായും ചോദിച്ചിരുന്നു. അത് വരും ഘട്ടത്തിലേക്ക് അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്യും. പക്ഷേ അത്തരത്തിലൊരു കാര്യം അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സഹായം ഉണ്ടായോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ പരിശോധന നടക്കുമെന്നും DIG വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ പ്രാഥമിക ഘട്ടത്തിൽ അത്തരം ഒരു നിഗമനത്തിലേക്ക് കടക്കാനാകില്ല എന്നാണ് DIG വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും തൃശ്ശൂർ ചാലക്കുടിയിൽ ഇന്ന് വൈകിട്ടോടു കൂടിയായിരുന്നു ഇത്തരത്തിലുള്ള നാടിനെ നടക്കിയ ഒരു സംഭവം ഉണ്ടാകുന്നത്. കത്തി കാണിച്ചുകൊണ്ട്, അതായത് കറിക്കത്തി അത് ഉപയോഗിക്കുന്ന കത്തിയാണ് ഉപയോഗിച്ചത്. അത് മുഖംമൂടി ധരിച്ചിരുന്നു, ഹെൽമെറ്റ് ധരിക്കുകയും ചെയ്തിരുന്നു. ബൈക്കിലെത്തിയതിനു ശേഷം അകത്തേക്ക് കടന്നതിന് ശേഷമാണ് ബാങ്കിൽ ഉണ്ടായിരുന്നവരെ ഭീഷണിപ്പെടുത്തി ഈ തുക കൊണ്ടുപോവുകയും ചെയ്ത് തുടർന്ന് ഇദ്ദേഹം അങ്കമാലി ഭാഗത്തേക്കാണ് പോയതെന്നാണ് പിന്നീട് ലഭ്യമായിട്ടുള്ള CCTV-കൾ കേന്ദ്രീകരിച്ച് പോലീസിന് ലഭ്യമാകുന്ന വിവരം. എന്തായാലും പ്രതിക്ക് അരികിലേക്ക് ഈ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. എന്തായാലും നിലവിൽ എറണാകുളം ജില്ലയിലേക്ക് കൂടി ഈ ഒരു അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് പ്രതിക്കായി. മിഥുൻ, എന്തായാലും പ്രതിക്ക് ഈ ശാഖയിൽ നേരത്തെ വന്നു പരിചയമുണ്ട്, അല്ലെങ്കിൽ കൃത്യമായ വിവരങ്ങൾ നൽകാൻ അവിടെ ഒരാൾ ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ളൊരു സംശയം ബലപ്പെടുന്നുണ്ട്. കാരണം കൃത്യമായ ധാരണയുണ്ടായിരുന്നു അവിടുത്തെ വർക്കിംഗ് ടൈമിനെ കുറിച്ച്. മാത്രവുമല്ല അവിടെയുള്ള ആളുകൾ എപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ പുറത്തു പോയിക്കൊണ്ടിരുന്നത്, ആ സമയമൊക്കെ കൃത്യമായി നോക്കിയാണ് ഈ പ്രതി അവിടേക്ക് എത്തിയത്. എല്ലാവരും ഭക്ഷണം കഴിക്കാനായി പുറത്തുപോയി. ബാങ്കിൽ ആകെ 2 പേർ മാത്രം അവശേഷിച്ച സമയത്താണ് ഇത്തരത്തിൽ വന്ന് കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയത്. അപ്പോൾ ആ പരിസരം
കുറെ അധികം നാളുകളായി ഒരുപക്ഷെ നിരീക്ഷിക്കുന്ന, അല്ലെങ്കിൽ ആ ബാങ്കിലെ മറ്റ് ജീവനക്കാരുമായി ബന്ധമുള്ള, അല്ലെങ്കിൽ ബാങ്കിൽ വന്ന് ഈ സാഹചര്യം മനസ്സിലാക്കിയ ഒരാൾ തന്നെയാണ് ഇതിന് പിന്നിൽ എന്ന് പോലീസ് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കുന്നുണ്ടല്ലേ? പ്രാഥമിക ഘട്ടത്തിൽ അങ്ങനെ ഒരു ഉറപ്പിക്കലിലേക്ക് തന്നെ പോലീസ് പോകുന്നുണ്ട്. കാരണം സ്വാഭാവികമായും മറ്റു പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ ബാങ്കിൽ കയറി ഈ ഒരു കത്തി കാണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി പണം കവരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി ആസൂത്രിതമായി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബാങ്കിലെ ജീവനക്കാരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി പരിശോധനയിലെ കണ്ടെത്താനാവും. എന്തായാലും അത്തരത്തിലൊരു സഹായം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ ബാങ്കിൽ നിരന്തരം, നേരത്തെ ആര് സൂചിപ്പിച്ച പോലെ തന്നെ നിരന്തരം ബാങ്കിലെത്തി ആ ബാങ്കിലെ പ്രവർത്തന സമയം, ഒപ്പം തന്നെ അവിടുത്തെ ജീവനക്കാർ പുറത്തു പോവുകയും ഭക്ഷണം കഴിക്കാനായി പുറത്തു പോകുന്ന ഈ സമയമൊക്കെ നോക്കി വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു കുറ്റവാളി അക്രമി കടന്നു വരികയും ചെയ്ത് ആ സമയത്ത് ആളുകൾ എത്രത്തോളം ഉണ്ടാകുമെന്നും, അല്ലെങ്കിൽ ആ സമയത്ത് ഏതൊക്കെ പുറത്തു നിന്ന് ആരൊക്കെ എത്തും, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഈ സമയത്ത് പണമിടപാടുമായി ബന്ധപ്പെട്ട് ബാങ്കിലേക്ക് എത്തുമോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി നിരീക്ഷിച്ചതിന് ശേഷമായി ആണ് ഈ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഏകദേശം 2.5 മിനിറ്റ് മാത്രമാണ് പ്രതിക്ക് ഈ ഒരു കൃത്യം നടപ്പിലാക്കാൻ സമയമെടുക്കുകയും ചെയ്ത് 2.5 മിനിറ്റ് കൊണ്ട് തന്നെ വന്ന് കയറുന്നു. അവിടെ ഉണ്ടായിരുന്ന ആ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നു. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന 15 ലക്ഷത്തോളം രൂപ, ഏകദേശം 45 ലക്ഷത്തോളം രൂപ ആ ബാങ്കിലുണ്ടായിരുന്നു എന്നാണ് ജീവനക്കാർ DIGക്കും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുള്ള മൊഴി. ആ തുക മുഴുവൻ എടുത്തുകൊണ്ട് പോകാതെ 15 ലക്ഷം രൂപ മാത്രം എടുത്തുകൊണ്ട് പോയതിൽ ഏതെങ്കിലും തരത്തിലൊരു ദുരൂഹതയുണ്ടോ, അതിലേതെങ്കിലും തരത്തിൽ മറ്റ് കാരണങ്ങളാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ അടക്കം പോലീസിന്റെ അന്വേഷണത്തിൽ ഉണ്ടാകും. എന്തായാലും ഇപ്പോൾ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് SP-യുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലാണ് സംഭവം നടക്കുന്നത്. ചാലക്കുടി കേന്ദ്രീകരിച്ച് വൈകിട്ട് മുതൽ തന്നെ അവിടുത്തെ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. പ്രതി പോകാമെന്ന് കരുതുന്ന, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നതനുസരിച്ച് ഈ സ്കൂട്ടർ എങ്ങോട്ടേക്കാണ് പോയത് നടക്കുമുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയത്. തുടർന്നാണ് അങ്കമാലിയിൽ നിന്ന് ഒരു നിർണായക CCTV ദൃശ്യം ലഭിക്കുന്നത്. ഇയാൾ സന്ദർശിച്ച സ്കൂട്ടർ അതേ രീതിയിൽ ആ കുറ്റവാളി എന്ന് കരുതപ്പെടുന്ന ആൾ എന്ന് തോന്നിക്കുന്ന ഒരാളെ തന്നെയാണ് ആ CCTV-യിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്ത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതി എറണാകുളത്തിലേക്ക് കടന്നേക്കാം എന്നുള്ളൊരു നിഗമനത്തിലേക്ക്, ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്കമാലി, ആലുവ, എറണാകുളം തുടങ്ങിയ നഗരപരിധി കേന്ദ്രീകരിച്ചും പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ. തീർച്ചയായും MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പോലീസ് പ്രതിക്കായി നാടൊന്നാകെ വലവിരിച്ചിരിക്കുകയാണ്.